നിങ്ങൾക്കറിയുന്ന പോലെ ഈ പൈൻകാവിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ്റെ ഇടപ്പള്ളിയിലെ വീട്ടിന് മുന്നിൽ ഇപ്പോൾ ശ്യാംകുമാറുണ്ട്. ശ്യാം നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാം, എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ? കൊച്ചിയിലെ എറണേ മെഡിസിറ്റിയിലാണല്ലോ മൃതദേഹമുള്ളത്. ഇന്ന് മുഴുവൻ മൃതദേഹം അവിടുത്തെ മോർച്ചറിയിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. SKN, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ എൻ രാമചന്ദ്രന്റെ വീടിന് സമീപത്താണ്. ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഉൾപ്പെടെ, ആ കുട്ടികൾ ഉൾപ്പെടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ബന്ധുക്കളടക്കം എത്തിയിട്ടുണ്ട്. ഇന്നലെ അവിടുന്ന് ബാംഗ്ലൂർ വിമാനത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. അവരെല്ലാവരും ഇന്ന് ആ വീട്ടിലുണ്ട്. ഇന്ന് മൃതദേഹം SKN സൂചിപ്പിച്ചതുപോലെ റെനെ മെഡിസിറ്റിയിൽ തന്നെ സൂക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ അമേരിക്കയിൽ നിന്ന് ഇന്ന് എത്തേണ്ടതുണ്ട്. നാളെ രാവിലെയാണ് മറ്റു ചടങ്ങുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 7 മുതൽ ആണ് ആ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വീട്ടിലേക്ക് ഇന്ന് കൂടുതൽ ആളുകൾ, ബന്ധുക്കൾ ഉൾപ്പെടെ എത്തുന്നുണ്ട്. ഏതായാലും ഈ വീടിന്റെ പരിസരത്ത് എത്തുന്നവരോട് അവരുടെ വീട്ടിലേക്ക് എത്തരുത് എന്നുള്ള ഒരു സന്ദേശം കൂടി ആളുകൾ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ഏതായാലും ഈ വീട്ടിലുള്ള ആളുകൾ ഇന്ന് ഈ വിവരമറിഞ്ഞ ഭാര്യ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ വീടിന്റെ പരിസരത്ത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. മൃതദേഹം ഇപ്പോഴും റെനെ മെഡിസിറ്റിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിയോടുകൂടി 7 മണിയോടുകൂടി മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. SKN. താങ്ക് യു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. നാളെ രാവിലെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം ഉണ്ടാകും. അത് കഴിഞ്ഞ് വീട്ടിലും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാരം കൊച്ചിയിൽ നടക്കുക.